ബീയിങ് എ പാരൻറ്റ് ഓഫ് ആൻ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഇസ് നെവർ ഈസി. സോ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അതായത് ഈച്ച് ഡേ ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അതായത് ഈ കുഞ്ഞിനെ ഒന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഒരു സ്വന്തം ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഞാൻ എപ്പോഴും പറയും, ഒരു ചെറിയ കാര്യത്തിന് പോലും അവർക്ക് പുറത്തു പോകാൻ പറ്റിയെന്ന് വരത്തില്ല. കണ്ടില്ലേ, അവൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, പള്ളിയിൽ പോകാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാഞ്ഞിട്ടാണ്, അങ്ങനെ ഒരുപാട് റീസൺസ് ഈ കുഞ്ഞിൻ്റെ ഒരു അസുഖത്തിന് വേണ്ടി അവർ നിരത്തി. പ്രത്യേകിച്ചൊരു ആ വീട്ടിലെ കുഞ്ഞിൻ്റെ അമ്മേനെ, അതായത് സ്ത്രീകളെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മെജോറിറ്റിയിലും അതൊരു മദറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഡേ ടു ഡേ ലൈഫ് ഫോർ ദം റിയലി റിയലി ഡിഫിക്കൽട്ട്. അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞുങ്ങളൊരു 6-7 വയസ്സാവുന്ന കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ചുറ്റും ജീവിക്കുന്നുണ്ട്. ഈ ഗ്ലൂട്ടൻ ഫ്രീ കെസിൻ ഫ്രീ ഡയറ്റ് കൊടുത്തതുകൊണ്ട് അതൊരു പ്രൂവൺ തെറപ്പിയുമല്ല. അത് കൊടുത്തതുകൊണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് വ്യത്യാസം നമ്മൾ ചികിത്സിക്കുന്ന പിള്ളേരിൽ നമ്മൾ കണ്ടിട്ടുമില്ല. സാധാരണഗതിയിൽ കുഞ്ഞിനെ നോർമൽ സ്കൂളിൽ വിടാൻ പറ്റുമോ അതോ സ്പെഷ്യൽ സ്കൂൾ വേണ്ടി വരുമോ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഈ കുഞ്ഞുമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ എടുക്കാൻ പറ്റൂ. സാധാരണ ഇപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു 2 to 3 വയസ്സിൽ തെറപ്പി സ്റ്റാർട്ട് ചെയ്ത് അവർ അത് തെറപ്പി കൊടുക്കുക എന്നുള്ള മാത്രമേ. ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കും, ഒക്കുപേഷണൽ തെറപ്പി, ഞാൻ ഈ പറഞ്ഞ പോലെ സെൻസറി ഇഷ്യൂസിനെ ഡീൽ ചെയ്യാനും, പിന്നെ ADL സ്കിൽസ് എന്ന് പറയും, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് സ്കിൽസ്. അതായത് ഇവർക്ക് ബ്രഷിങ് ഒക്കെ ഡിഫിക്കൽട്ടാണ്, അതുപോലെ ടോയ്ലറ്റ് ക്ലോസറ്റിൽ പോയി ഇരുന്ന് അപ്പിയിടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് 10-14 വയസ്സിലും അത് അറ്റൈൻ ചെയ്യാത്ത കുഞ്ഞുങ്ങളുമുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാണ് ഒക്കുപേഷണൽ തെറപ്പി കൂടെ ചെയ്യുന്നത്. പിന്നെ ബിഹേവിയറൽ തെറപ്പി, ഇപ്പോൾ ടാൻഡ്രംസ്, നിലത്ത് കിടന്ന് ഉരുളുക, തലയിടിക്കുക, അങ്ങനത്തെ കുറേ വാശികൾ, അതൊക്കെ ഡീൽ ചെയ്യുക. പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള ടേൺ ടേക്കിങ്ങും വെയിറ്റിങ്ങും ഒക്കെ ട്രെയിൻ ചെയ്യാനാണ് ബിഹേവിയറൽ തെറപ്പി കൊടുക്കുന്നത്. ഇങ്ങനത്തെ തെറപ്പികൾ കൊടുത്ത് ആ തെറപ്പികളുടെ കൊണ്ട് അവർക്ക് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് അസസ് ചെയ്ത് ഒരു ക്ലാസ് റൂമിൽ കുറച്ചെങ്കിലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ. ഓൾവേസ് നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ എല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കിരുത്തി ഇവരെ പഠിപ്പിക്കണം എന്നുള്ളത് അതത്ര ഈസി ആയിട്ടുള്ളൊരു ജോബൊന്നും അല്ല. കാരണം 20, 25 അല്ലെങ്കിൽ 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി കിടന്ന് ബഹളം വെച്ചാൽ തന്നെ ടീച്ചർക്ക് ബാക്കി, അല്ലെങ്കിൽ തന്നെ ചെറിയ ക്ലാസ്സസിൽ അവർ കലവില്ലായിരിക്കും. സോ അതിൻ്റെ കൂടെ ഇവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ സ്കിൽഫുള്ളി അത് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട്. സോ നമ്മൾ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ കൃത്യമായിട്ട് ടീച്ചറിനെ അറിയിക്കുകയും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് പാരൻറ്റിൻ്റെ കൂടെ. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം പാരൻ്റ് ഒരു സൈഡിൽ ഇരിക്കും, ക്ലാസ്സിൽ തന്നെ ബാക്കിലിരിക്കും, സോ ദാറ്റ് ഹി ഫീൽസ് ഹി ഈസ് സേഫ്, മദർ ഈസ് ദെയർ എന്നുള്ളത്. പിന്നെ അവൻ ആ ക്ലാസ്സുമായിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ മദറിന് പോകാതിരിക്കാം. പിന്നെ കുറച്ചും കൂടി സിവിയർ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഷാഡോ ടീച്ചേഴ്സ് എന്ന് പറയും. അവർക്ക് തന്നെ ഒരു ടീച്ചർ, പക്ഷേ ടീച്ചർ സൈഡിലിരിക്കും, പക്ഷേ ഇവനെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും. അങ്ങനെ അതും പറ്റാത്ത കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ സ്കൂൾസ് ഡിസൈഡ് ചെയ്യുക. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രൊഫഷണലായിട്ട് ഡിസ്കസ് ചെയ്യാതെ, ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ കൊണ്ട് ചേർക്കുന്ന പാരൻസ് ഉണ്ട്. ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒന്നും ചിലപ്പോൾ സ്കൂളുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഡേ 1 to 2 അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ടീച്ചേഴ്സ് പാരൻസിനെ വിളിക്കും, പാരൻസിനും സ്ട്രെസ്ഫുള്ളാകും, ടീച്ചേഴ്സിനും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. റാദർ ദാൻ ദാറ്റ് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് സിസ്റ്റം, ഇപ്പോൾ മോണ്ടിസോറി സ്കൂൾസൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ വിട്ടാൽ കുറച്ചും കൂടെ അവർക്ക് നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ പേരൻസിന് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെ നോക്കി അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എപ്പോഴും അവർക്കൊരു ഗൈഡായിട്ട് വേണം. ഇത്തരം കുട്ടികളെ നോർമലായിട്ടുള്ള മറ്റുള്ള കുട്ടികളുടെ ഒപ്പം ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ആണല്ലേ? അതായത് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫ്രം ദ ടീച്ചർ ഇസ് ദെയർ അവിടെ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നോർമൽസ്, അത് നമുക്കൊരു ഭയങ്കര അഭിമാനമാണ് അത് കാണുമ്പോൾ. അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത കുഞ്ഞുങ്ങൾ അത് ഒട്ടും ഈസി ഒന്നും അല്ല. പക്ഷെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ അടുത്ത് എന്തുമാവാം എന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ സ്കൂൾ സിസ്റ്റത്തിലെ റൂൾസ് അവർ കുറേയും കൂടി ബെറ്ററായിട്ട് ഒബേ ചെയ്യും. ബിക്കോസ് ദേ നോ ദാറ്റ് ഇതിങ്ങനെയേ പറ്റും. ബിക്കോസ് ഇവരുടെയൊക്കെ ബുദ്ധി, അതായത് 90% അറ്റ്ലീസ്റ്റ് ASD കുഞ്ഞുങ്ങളുടെ ബുദ്ധി നോർമലാണ്. ബാക്കി ഒരു 10% മാത്രമേ ഉള്ളൂ ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളത്. സോ ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറിയാൽ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ സാധാരണ LKG ചേർക്കുന്ന ഒരു പ്രായം 4.5 വയസ്സെന്നുള്ളതാണ്.
അത് കുറച്ചും കൂടി ഡിലേ ചെയ്താലും മാക്സിമം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോർമൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. പക്ഷേ അത് പറ്റില്ല എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മൾ ബിഹേവിയറൽ തെറപ്പിസ്റ്റോ ഡോക്ടറോ പറയുകയാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ. പക്ഷേ ഇപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. നമ്മളിപ്പോൾ കാണുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ തെറപ്പിക്ക് കൊടുക്കുന്ന പിള്ളേർ, കൂടുതലും പിള്ളേർ ഇപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിലും ഒക്കെ പ്രത്യേകതകളുള്ള കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമായിട്ട് പഠിക്കുന്നു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് ഏർലിയർ ആയിട്ട് ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നത് ഗുണമായിരിക്കും. പിന്നെ പാരൻറ്റിന് മനസ്സിലാക്കാൻ പറ്റണം. അതായത് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, ഇവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ നമ്മൾ ഓട്ടിസമാണെന്ന് പറയുമ്പോൾ എൻ്റെ മോന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പാരൻസും ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ടേക്ക് 1 day at a time. ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവന് വേണ്ടി, നാളെ അവന് വേണ്ട ഇമ്മീഡിയറ്റ് ഗോൾ. ഇപ്പം സംസാരിക്കാത്ത കുട്ടി സംസാരിക്കുക എന്നുള്ളതും, ടോയ്ലറ്റ് ട്രെയിൻഡ് ആവാത്ത കുട്ടി, അങ്ങനത്തെ ഇമ്മീഡിയറ്റ് ഗോൾസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ പിന്നെ അവർ ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു കാര്യത്തിനും ഗ്യാരണ്ടി ഇല്ലല്ലോ. സോ നമ്മൾ ഒത്തിരി ലോങ് ടേം പ്ലാൻസിന് പകരം ഷോർട്ട് ടേം ഗോൾസ് എടുത്ത് അതിനെ അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അതായത് ബീയിങ് എ പാരൻറ്റ് ഓഫ് എൻ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഇസ് നെവർ ഈസി. നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ വീട്ടിൽ വളർത്തിയാൽ മാത്രമേ അവർ അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു പ്രഷറും, പിന്നെ നമ്മുടെയൊക്കെ ഫാമിലി സിറ്റുവേഷൻസിൽ ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി ഒത്തിരി ഇൻവോൾവ് ചെയ്യും. കണ്ടില്ലേ, അവൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, പള്ളിയിൽ പോകാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാഞ്ഞിട്ടാണ്, അങ്ങനെ ഒരുപാട് റീസൺസ് ഈ കുഞ്ഞിൻ്റെ ഒരു അസുഖത്തിന് വേണ്ടി അവർ നിരത്തി. പ്രത്യേകിച്ചൊരു ആ വീട്ടിലെ കുഞ്ഞിൻ്റെ അമ്മേനെ, അതായത് സ്ത്രീകളെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അതായത് ഈച്ച് ഡേ ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അതായത് ഈ കുഞ്ഞിനെ ഒന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സ്വന്തം ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഞാൻ എപ്പോഴും പറയും, ഒരു ചെറിയ കാര്യത്തിന് പോലും അവർക്ക് പുറത്തു പോകാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് എപ്പോഴും പ്രൈമറി റെസ്പോൺസിബിലിറ്റി എപ്പോഴും മദറിനാണ്. അത് ഷെയർ ചെയ്യുന്ന ഒരുപാട് ഫാദേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഒരു മെജോറിറ്റിയിലും അതൊരു മദറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഡേ ടു ഡേ ലൈഫ് ഫോർ ദം ഇറ്റ്സ് റിയലി റിയലി ഡിഫിക്കൽട്ട്. അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞുങ്ങളൊരു 6-7 വയസ്സാവുന്നതിടെ വരെ, 6-7 വയസ്സൊക്കെ ആകുമ്പോൾ ഈ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതായത് അമ്മ സാഡാണ്, അമ്മ സിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ കുറേ മനസ്സിലാക്കും. കുറേ കേസുകളിലൊക്കെ ഡിവോഴ്സിന് വരെ കാരണമായിട്ടുണ്ട്. അതെ, അതും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പം ഇങ്ങനൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ചിലപ്പം ആ കുഞ്ഞിന് ഒരു ഇത്രയും നല്ല ജീവിതം പറ്റും എന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ബേർഡൻ ആവുമെന്ന് വിചാരിച്ചിട്ടോ കുഞ്ഞിനെ അമ്മയും ഡെസേർട്ട് ചെയ്യുന്ന ഒരുപാട് കേസസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തെറപ്പിക്കൊക്കെ വരുമ്പോഴും ഫിനാൻഷ്യലി ഒക്കെ ഇപ്പം നമ്മൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് ഫണ്ട് കരുതാറുണ്ട്. അതായത് ഫുള്ളി ഫീസൊക്കെ പേ ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ചില പേരൻസ് കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഫണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നിട്ട് പോകും. സോ വി യൂസ് ഇറ്റ് ഫോർ ദം. ബിക്കോസ് അവർക്ക് ചിലപ്പോൾ ബസ്സിന് പോലും ഉള്ള ഒരു പൈസ ഉണ്ടാവില്ല. ബിക്കോസ് ഈ ഫാമിലിക്ക് വേണ്ടി ജോലിക്ക് പോകാതെ കുടുംബത്തെ നോക്കി വീട്ടിൽ നിന്നിരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ വൺസ് അവരുടെ ഭർത്താവ് അവരെ ഡിസേർട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയും അവരെ നോക്കണം എന്നില്ല. സോ അങ്ങനെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ജീവിക്കുന്ന ഒരുപാട് സിംഗിൾ മദേഴ്സ് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഈ ഒരു ബുദ്ധിമുട്ട് താങ്ങാൻ റെഡി ആവാത്ത, അതുപോലെ ഞാൻ തന്നെ പല പ്രാവശ്യം ഇങ്ങനെ കോർട്ട് കേസസിൽ കോർട്ടിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് തെറപ്പി വേണമെന്നൊക്കെ പറയുമ്പം ഇത് വേണമെന്ന് ചോദിക്കാൻ നമ്മളെ കോർട്ടിൽ വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ജീവനാംശം കൊടുക്കുമ്പോൾ 10,000 രൂപയോ 15,000 രൂപയോ ഒക്കെ കൊടുത്താൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും അത് ജീവിക്കാനുള്ളത് പോലും ആവില്ല. സോ ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടിസം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പാരൻസ്, അതായത് ചിലപ്പോൾ പാരൻസ് പറയാറുണ്ട് അവർക്ക് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വാക്കാണ്, ഒരു ഡയഗ്നോസിസ് ആണ് അത് എന്നുള്ളത്. ശരി, ലൈഫ് അങ്ങ് മാറാണല്ലേ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും. ടോട്ടലി അവരുടെ ജീവിതം, അതായത് ഇപ്പോൾ പ്രൊഫഷണൽ ആണെങ്കിലും വീട്ടിലിരിക്കുന്ന ആളാണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് ചിലപ്പോൾ നല്ല പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വൺ ഫൈൻ ഡേ ഇതൊക്കെ വിട്ട് ഈ കുഞ്ഞിന് വേണ്ടി ഫുൾ, അതായത് ഡേ ഇൻ ആൻഡ് ഔട്ട് ജോലികൾ തീർത്ത് തെറപ്പി സെൻറ്ററിൽ പോകുന്നു, അവിടുന്ന് വേറെ തെറപ്പി സെൻറ്ററിൽ പോകുന്നു. ഇപ്പം നമ്മളൊന്നിലും സാറ്റിസ്ഫൈഡും ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ പോയി കാണുന്നു. ഓരോരുത്തർ പലപ്പം ആയുർവേദം ചെയ്യാമെന്ന് പറയും, ഹോമിയോ ചെയ്യാമെന്ന് പറയും, അക്യുപങ്ക്ചർ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതൊക്കെ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഇഫക്റ്റീവായിട്ടുള്ളത് തെറപ്പികളിൽ മാത്രമേ ഉള്ളൂ. വെരി ലിമിറ്റഡ് മെഡിക്കേഷൻസ് സിംറ്റമാറ്റിക് ആയിട്ട്, അതിൻ്റെ ക്യൂറിന് വേണ്ടിയിട്ടല്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ ADHD മെഡിക്കേഷൻസ്, ഒത്തിരി അഗ്രസീവ് ആണെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ്,
അങ്ങനെ അല്ലാതെ പ്രൂവൺ ആയിട്ടുള്ളൊരു തെറപ്പി, ഇപ്പോൾ കുറേ ആൾക്കാർ സ്റ്റെം സെൽ തെറപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പ്രൂവൺ തെറപ്പി അല്ല അതൊന്നും. അതുപോലെ അക്യുപങ്ക്ചർ ചെയ്യുന്നവരുണ്ട്, ആയുർവേദം, ഹോമിയോ, ധാര, അങ്ങനെയൊക്കെ. പക്ഷെ അതിനൊന്നും ഒരു ക്ലിനിക്കൽ എവിഡൻസ് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻകാർ എന്നെ പഞ്ഞിക്കിടുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്ന ഒരു കാര്യം ചെയ്താൽ അതിന്, അതായത് ഇത്ര കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ ഗോട്ട് ബെനിഫിറ്റഡ് എന്നുള്ള ഒരു എവിഡൻസ് അതിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേ ആളുകൾ കൂടുതലും അന്ധവിശ്വാസങ്ങൾക്ക് പോലും അതിനെ പോലും വിശ്വസിച്ച് ഒരുപാട് പേര് ഇപ്പം മാജിക്കൽ ക്യൂർ നോക്കി, ഇപ്പം പ്രാർത്ഥന, ഇപ്പം നമ്മളുടെ ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറയുന്ന ഈ ഇങ്ങനെ വൈദ്യന്മാർ പോലെയുള്ള ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് തെറപ്പിക്ക് പോകുന്ന, അല്ല ട്രീറ്റ്മെൻറ്റിന് പോകുന്ന, അത് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിന്നെ അവരുടെ ആ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റി അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നാച്ചുറോപ്പതി എന്തോ ഡോക്ടറാണെന്ന് പറഞ്ഞ അങ്ങനെയാണ് കണ്ടത്. ഓട്ടിസം എന്ന് പറയുന്നത് ഗട്ട് ഇഷ്യൂ മാത്രമാണ്, ഗട്ടിലെ ബാക്ടീരിയകളുടെ പ്രശ്നം കൊണ്ട് മാത്രം വരുന്ന പ്രശ്നമാണ്. സോ അങ്ങനെ ഒരു ആളിരുന്ന് പറയുമ്പം പാരൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് എന്താണ്, അത് നമ്മൾക്കൊരു ഓട്ടിസം സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്, അതിലാരും അയച്ചു തന്നതാണ് എനിക്ക്. അപ്പം പാരൻറ്റ് വിചാരിക്കുന്നത് എന്താ, ഈ ഗട്ട് പ്രോബ്ലം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസം ക്യൂർ ആകും. സോ അതിനു വേണ്ടി അവർ വർഷങ്ങൾ വർക്ക് ചെയ്ത് ദെൻ ദേ റിയലൈസ് അറ്റ് സം പോയിൻറ്റ് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ആൾക്കാർ കാണിക്കുന്ന ഒരു ഡയറ്റിനെ പറ്റി ഒത്തിരി പറയാറുണ്ട്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ, കസീൻ ഫ്രീ ഡയറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് തെറപ്പിസ്റ്റുകളും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഗ്ലൂട്ടൻ ഫ്രീ, കസീൻ ഫ്രീ ഡയറ്റ് കൊടുത്തതുകൊണ്ട് അതൊരു പ്രൂവൺ തെറപ്പിയുമല്ല. അത് കൊടുത്തതുകൊണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് വ്യത്യാസം നമ്മൾ ചികിത്സിക്കുന്ന പിള്ളേരിൽ നമ്മൾ കണ്ടിട്ടുമില്ല. എക്സെപ്റ്റ് ഫോർ ചിൽഡ്രൻ ഹു ആർ അലർജിക്, അതായത് ഗ്ലൂട്ടൻ അലർജി ഉള്ള കുഞ്ഞുങ്ങൾ ഗ്ലൂട്ടൻ കഴിക്കാൻ പാടില്ല, മിൽക്ക് അലർജി ഉള്ളവർ മിൽക്ക് കഴിക്കാൻ പാടില്ല. അല്ലാത്ത ഒരു കുഞ്ഞിനും ഇത് കഴിച്ചത് കൊണ്ട് കഴിക്കാതിരുന്നത് കൊണ്ട് ക്ലിനിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുമോ, കഴിച്ചത് കൊണ്ട് പ്രശ്നം വരുമോ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ തെറപ്പി സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ, ഇപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നോർമൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഗ്ലൂട്ടനും കസീനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണം വെരി ലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ഒരു 2 മാസം കഴിച്ച് കഴിയുമ്പോൾ യു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് അല്ലേ. നമുക്ക് ഒരു ക്രേവിങ് ഉണ്ടാവും, എനിക്ക് നോൺ വെജ് കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പം മധുരം കഴിക്കുമ്പോൾ ഒരു ക്രേവിങ് ഉണ്ടാകും. സോ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് ഒത്തിരി ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കും ഒരു കുഞ്ഞുങ്ങളുമാണ്, ആൻഡ് അവർക്ക് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ക്രേവിങ് വരുമ്പോൾ അത് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം. സോ സെൻസിബിളായിട്ട് വേറെവർ ഇൻഡിക്കേറ്റഡ് മാത്രം ഡയറ്ററി റിസ്ട്രിക്ഷൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. എവിടെ യൂഷ്വലി ഈ ഓട്ടിസം പാരൻസിൻ്റെ ഫോക്കസ് എവിടെ പോകുന്നു വെച്ചാൽ, ഈ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ എന്നല്ലാതെ ഡയറ്റും കൊണ്ട് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറിൽ നമ്മളത് കാണുന്നു.